അപ്പയ്യ വിട്ടിരിക്കെ, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. കൊള്ളാം, നന്നായി. നിന്നെ കുളിപ്പിച്ച് കുറിയും തെടിച്ചു കൊണ്ടുപോകാൻ നേരെ ഉച്ചാവുന്ന ഞാൻ വിചാരിച്ചത്. ഇപ്പൊ നിന്നെ പണയം വെച്ചാ കിട്ടും 1000 രൂപ. ചെട്ടിയാർക്ക് വലിയ സന്തോഷമാകും. ചെട്ടിയാർ വന്നിട്ടുണ്ടോ? കാലത്തെ പ്ലെയിൻ വന്നു, വൈകുന്നേരം പോകും. അയക്ക് നിന്നെ മുമ്പ് പിടിച്ചാച്ച്. ഞാനിന്ന് വരില്ല ശിവേട്ട, എനിക്ക് ഒരു സ്ഥലം വരെ പോണം. എടി, ഇത് അതുപോലല്ല, കൈ നിറയെ കാശ് കിട്ടുന്ന കാര്യമാണ്. കാശ് കാശ് ഈയിടെ ശിവേട്ടിന് വേറെ ഒരു വിചാരവും ഇല്ല. അതിലും വലിയ എത്രയോ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് ശിവേട്ട. അയാളെ പിണക്കി വിട്ടാലേ നമുക്ക് കിട്ടിയ വലിയൊരു ബന്ധമാണ് പോകുന്നത്. ഇന്ന് ഞാൻ എങ്ങും വരില്ല ശിവേട്ട. നീ എവിടെ പോന്നു? ഒരു സ്ഥലത്ത്. എവിടെയാണെന്ന് ഒരു ദിവസം ഞാൻ പറയാം. ശിവേട്ടിനെ അറിയിക്കാത്ത ഒരു രഹസ്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിന്റെ ഒരു രഹസ്യവും എനിക്ക് അറിയണമെന്നില്ല. നീ ഇപ്പൊ എന്നോട് വരണം. 364 ദിവസവും ശിവേട്ടൻ പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷേ ഇന്നൊരു ദിവസം ശിവേട്ടൻ എനിക്ക് തരണം. അത് നാളെ ആയിക്കൂടെ? ഇല്ല ശിവേട്ട, ഇപ്പൊ ഞാൻ വരില്ല. വൈകുന്നേരം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. നിന്റെ സൗകര്യം കാത്തു നിൽക്കാൻ അയാളാരാ? നിന്റെ വേലക്കാരനോ? എങ്കിലും അയാൾ പോട്ടെ. അയാളെ കൊണ്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് അയാൾ വലുതാണ്. അയാളെടുത്ത് നീ വരണം. ശിവേട്ടൻ നിർബന്ധിക്കരുത്. എത്ര പറഞ്ഞാലും ഞാൻ ഇന്ന് വരില്ല. തീർച്ചയായും വരില്ലേ? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ ശിവേട്ട. എനിക്ക് നിന്റെ കൊഞ്ചലൊന്നും കേൾക്കണ്ട. നീ വരുമോ ഇല്ലയോ? ഇല്ല. അത്രയ്ക്ക് അഹങ്കാരോ? ശിവേട്ട, ഞാൻ വരാം ശിവേട്ട. എനിക്കും ഇത് ശീലിക്കണ്ടേ? ചെട്ടിയാർക്ക് നിന്നെ മാത്രം ഇഷ്ടാവൂന്ന് കരുതണ്ട. വേഗം ഒരുങ്ങ.